നമ്മുടെ വീട്ടിലുണ്ടായ റംബൂട്ടാൻ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ജ്യൂസാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാ വർഷവും ഒന്നോ രണ്ടോ പ്രാവശ്യം ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതേ നമ്മുടെ റംബൂട്ടാൻ നമ്മൾ കുറച്ചെടുത്തു. അതിൻ്റെ സീഡ് നമ്മൾ മാറ്റണം. സീഡ് കൂട്ടി അടിക്കരുത്. മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു. ആവശ്യത്തിന് പഞ്ചസാര, നമ്മളിപ്പോൾ എത്ര ഗ്ലാസ്സാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്യണം. പിന്നെ ഒരു ചെറിയ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് കുരുവൊക്കെ മാറ്റിയിട്ടുണ്ട്. മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ നല്ല ഇങ്ങനെ കട്ട പാല് പോലെ ഇരിക്കും. അതിനുശേഷം തണുത്ത വെള്ളം, ഞങ്ങളുടെ വീട്ടിൽ 5 പേരായതുകൊണ്ട് അതിനുള്ള തണുത്ത വെള്ളമാണ് ആഡ് ചെയ്തത്. എന്നിട്ട് മിക്സിയിൽ ഒന്നും കൂടി പോയിട്ട് ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നു. ഇത് നമുക്ക് സ്ട്രെയിറ്റ് അരിക്കാതെ വേണമെങ്കിൽ കഴിക്കാം. കാരണം ഞാൻ സ്പൂൺ ഇട്ട് നോക്കിയപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അതിൻ്റെ തോടിൻ്റെ ഒന്നും കണ്ടില്ല. അരിച്ചിട്ട് നമുക്ക് ആകെ കിട്ടിയത് ഇതാണ് കേട്ടോ. അതിനുശേഷം ഞാനതൊരു 5 ഗ്ലാസ്സിൽ സെർവ് ചെയ്തു. പിന്നെ ഇതിക്ക് മുൻപ് ഞാൻ ചെയ്തപ്പോൾ അതിനകത്ത് കുറച്ച് കസ്കസൊക്കെ കലക്കിയിരുന്നു. ഇന്ന് അങ്ങനെയൊന്നും ചെയ്തില്ല. പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ, കുറച്ച് അട്രാക്റ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ 5 തോടും കൂടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചു. നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ്. അപ്പോൾ വീട്ടിൽ റംബൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് കൊടുക്കുക. അപ്പോൾ അവർക്കത് കൂടുതൽ ഇഷ്ടപ്പെടും. ഇനി ആർക്കെങ്കിലും ഇതിൻ്റെ ഫുൾ വീഡിയോ കാണണമെങ്കിൽ നമ്മൾ ഷോർട്സിൽ തന്നെ റിലേറ്റഡ് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ.